സ്കിൽസിൽ എനിക്ക് തോന്നിയത് സെപ്പറേറ്റ് എല്ലാത്തിനും മെന്റേഴ്സ് ആണ്. അതായത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ടീച്ചറിനെ വെച്ചിട്ടല്ല മൊത്തം ക്ലാസ് എടുക്കുന്നത്. ഹായ്, ഞാൻ സവാദ്, സ്കിൽസ് ഹബിലെ പ്ലേസ്മെന്റ് ഓഫീസറാണ്. സോ അനീസ്, എന്തുകൊണ്ടാണ് സ്കിൽസ് ഹബ് ചൂസ് ചെയ്യാനുള്ള കാരണം? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ മുന്നേ പഠിച്ച ആളുണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവന് ഇവിടെയാണ് സ്കിൽസ് ഹബിലാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഉപ്പാൻ്റെ ഒരു റിലേറ്റീവ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ ഏജൻസി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്തത്. അപ്പോൾ അവരും സജസ്റ്റ് ചെയ്തത് സ്കിൽസ് ഹബ് എന്നുള്ളതായിരുന്നു. സ്കിൽസിൽ ഒരു ടോട്ടൽ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സ്കിൽസിൽ എനിക്ക് തോന്നിയത് സെപ്പറേറ്റ് എല്ലാത്തിനും മെന്റേഴ്സ് ആണ്. അതായത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ടീച്ചറിനെ വെച്ചിട്ടല്ല മൊത്തം ക്ലാസ് എടുക്കുന്നത്. എസ്ഇഒക്ക് വേറെ ആളാണ്, മെറ്റ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേറെ ആളാണ്, ഗൂഗിൾ ആഡ്സിന് വേറെ ആളാണ്. അപ്പോൾ ഫോട്ടോഷോപ്പ്, വേർഡ് പ്രസ് ഒക്കെ സെപ്പറേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആ ഒരു ഇനീഷ്യൽ എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സണൽ അവർ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ ക്ലാസ് ഒക്കെ എടുത്തത്. ഫസ്റ്റ് ഒരു ഇനീഷ്യൽ നമ്മളൊരു ലൈവ് വർക്ക് ചെയ്യുമ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഞാൻ സാറിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളതൊക്കെ തരണം എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്കൊരു 2-3 വർക്കുകൾ അങ്ങനത്തെ കുറച്ച് ഇതായിട്ട് പഠിക്കാൻ പറ്റി. എസ്ഇഒയിൽ അതുപോലെ തന്നെ പുതിയ ബാക്ക് ലിങ്ക്സ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെ കൊടുക്കുക എന്നുള്ളതും, അതുപോലെ സ്ട്രാറ്റജി കണ്ടന്റിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിക്കാൻ പറ്റി എസ്ഇഒയിൽ.